ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും? എനിക്കും സുഖമാണേ. അപ്പം നമ്മളിവിടെ ഒരു ലഹം ബേഷാമിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയുണ്ടാവില്ല. മക്രോണിയും കൊണ്ടൊരു സാധനമാണ്. അപ്പോൾ ഉണ്ടാക്കിയാൽ നമ്മൾ പീസ് ഉണ്ടാക്കണ മാതിരിയാണ്. കുക്കറിൽ ഇറച്ചി നല്ല വേവിച്ചങ്ങാണ്ടേ മക്രോണി വേവിച്ചുള്ള വെള്ളം അവിടെ വെച്ചിക്കണ്. മക്രോണി അവിടെ ഇട്ട് വേവിച്ചിട്ട് വെള്ളം തിളക്കട്ടെ. ഇതാ അപ്പോൾ കുറച്ച് പൊടി വറുക്കണം. ഇത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. ഇതിന് കുറച്ചിന് വറുത്തതിന് ശേഷം അതിൽ കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം. മക്രോണി അവിടെ വേവുണ്ട്. ഇതൊന്നിട്ട് നല്ലോണം ബ്രൗൺ കളറാകുവോളേ നല്ലോണം എന്നിട്ട് വറുത്തെടുക്കണം. ഇതിന് വറുത്തെടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് കാച്ചെടുക്കും വേണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ പീസൊക്കെ ഉണ്ടാക്കൂലേ, പീസൻ്റെ ഒക്കെ മാതിരിയാണ്. അതേമാതിരി ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും വറുത്തുങ്ങാണ്ട് ഇനിയൊക്കെ കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇതാ 2 സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ടിക്കണം. ഇത് നല്ലോണം അതിൻ്റെ ഒപ്പം വെന്തിട്ടേ, മൈദപ്പൊടി ഇട്ടാൽ പിന്നെ കൂടുതൽ ഇതാവേണ്ട ആവശ്യമില്ല. ഇതാ അത് വെന്തു. ഇനി ഒരു ഉള്ളി അരിഞ്ഞങ്ങാണ്ട് തൂമിച്ചങ്ങാണ്ട് ആ ഇറച്ചിൻ്റെ പിച്ചിങ്ങാണ്ടേ അത് കണ്ടിടണം. എണ്ണ ഒഴിച്ചു. ഇതാ ഉള്ളി അരിഞ്ഞ് വെച്ചത് അതും ആയി കണ്ടിട്ടാണ്ടേ ഒന്നൊരു വേവട്ടെ. കുറച്ചും ചുവന്ന കളറായാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിട്ടുണ്ട്. അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ടുങ്ങാണ്ട് അതൊന്നാണ് വാട്ടണം. ഇതാ ഒരുവിധം ഇതായിക്കണ്. ഞേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ അതായിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു. ഞേക്ക് കരിവേപ്പിൻ്റെ ഇലയാണ് ഇട്ടുങ്ങാണ്ടേ അതൊന്നാണ് വാട്ടിയിട്ട് എന്നിട്ട് വേണം മസാല ഇടാൻ. കരിവേപ്പിൻ്റെ ഇല ഇട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളകും പൊടി. എരിവ് കുറച്ച് മതി കേട്ടോ. എരിവ് കുറവാണ് ഈ മുളകും പൊടി, അതുകൊണ്ട് 1 സ്പൂൺ ഇടണത്. പിന്നെ കുരുമുളകും പൊടി കുറച്ച് ഇട്ടാൽ നല്ലതാണ്. കുരുമുളകും പൊടി ഇല്ല, കഴിഞ്ഞിക്കണു. കുരുമുളകും കഴിഞ്ഞിക്കണ്. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളകും പൊടി ഇട്ടു. ഇനി അതൊന്നും ഇളക്കിങ്ങാണ്ട് കുറച്ച് ഗരം മസാലൻ്റെ പൊടി ഇട്ടു. ഒരു തക്കാളി കേട്ടോ, ഒരു തക്കാളി അരിഞ്ഞിട്ടു. അതൊന്ന് വാടട്ടെ നല്ലോണം. ഇറച്ചിൻ്റെ ഇട്ടു. ഇറച്ചി കുക്കറിൽ വേവിച്ചിങ്ങാണ്ടാണ് കേട്ടോ. നല്ലോണം പിച്ചിങ്ങാണ്ട് ചെറുതാക്കിയിട്ടിരിക്കുകയാണ്. മിക്സിയിലിട്ട് അടിച്ചാൽ മതിയാവും. പറ്റ അങ്ങോട്ട് ഇതാവും, ചെറുതാവും. അപ്പോൾ അത് വേണ്ട വിചാരിച്ചുകൊണ്ട് കൈ കൊണ്ട് തന്നെ പിച്ചിട്ടേക്കുക. അപ്പോൾ മക്രോണി ഇവിടെ വെന്തിക്കണ്. അതുകൊണ്ട് ഊറ്റണം. കണ്ടില്ലേ, അത് നല്ലോണം നല്ല വെന്തിട്ടേ ഉപ്പൊക്കെ പാകാണ്. ഇതുകൊണ്ട് ഊറ്റിങ്ങാണ്ട് ഇതിൽ തന്നെ ആ മാവ് കൊണ്ട് കാച്ചണം. മക്രോണി പകുതി ഇതിലേക്ക് ഇടുക, പകുതി നമുക്ക് ആ മാവിലും കൂട്ടി ഇളക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. പീസ തിന്നണ മാതിരി ഉണ്ടാവും. ഉപ്പും മുളകൊക്കെ പാകമാണ്. ഇതാ മാവ് നമ്മൾ കാച്ചി വെച്ചിക്കണ്. അതിക്ക് ബാക്കി ഉണ്ടായതിന് ആ മക്രോണിൻ്റെ അതും അതിക്കണ്ടിങ്ങാണ്ടേ അത് നല്ലോണം മിക്സ് ചെയ്യുക. ഉപ്പ് ആ മാവിലിടണം കേട്ടോ. ഉപ്പാണ് ഇടുക. ഇതിങ്ങനെ അടിയിൽ പരത്തിങ്ങാണ്ട് മസാല കൂട്ടി മിക്സ് ആക്കിയത് അതതിൻ്റെ മുകളിലും കുറച്ച് പരത്തിങ്ങാണ്ടേ. മക്കളെ ഇതൊക്കെ ഇങ്ങനെ കാട്ടിയൊക്കെ വെച്ച് പോയി. ഇവിടെ നമ്മളെ പിന്നെ വീടിൻ്റെ മുന്നിൽ ലൈൻ പൈപ്പിനുള്ള ചാല് കയറിങ്ങാണ്ട് പൈപ്പ് ഇടേനു. അതൊന്ന് കാണാൻ വേണ്ടി പോയി. ഇതൊക്കെ റെഡിയാക്കി വെച്ചിങ്ങാണ്ട്
പിന്നെ ഒന്നും കൊണ്ട് ആവി പോയതിന് ശേഷം ചീസ് ഇടണം എന്ന് വിചാരിച്ചിട്ട് പോയതേനു. അപ്പോൾ ഇങ്ങനെ മക്കൾ വന്നുങ്ങാണ്ട് മക്കളാകെ ചിക്കിച്ചെനിക്ക് ചീസൊക്കെ തിന്ന് കോരി തിന്ന് ആകെ കൊളാക്കിയിരിക്കും കേട്ടോ. നമ്മൾ കരുതിയ മാതിരി കഷ്ണം വെട്ടാനൊന്നും കിട്ടിയിട്ടില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചീസ് ഇട്ടാൽ പീസ വെട്ടിയെടുക്കണ മാതിരി ഉണ്ടാവും. ഇത് വേറെ പാത്രത്തിലാക്കിയാണ് മൈക്രോ ഓവനിൽ വെക്കണം. പക്ഷേ ഓവൺ എടുക്കലില്ല, കറണ്ട് ബില്ല് ജാസ്തിയാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരുതിയ മാതിരിയൊന്നും കട്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല. പക്ഷെ സാധനം ടേസ്റ്റാണ്. ഇതിൻ്റെ പേര് ലഹം ബേഷാമിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അടുത്ത് ഉണ്ടാക്കിങ്ങോട്ട് വരണ്ട്. കുട്ടികൾ ആകെ ചീസും തിന്നു, ഉണ്ടാക്കി വെച്ച മക്രോണിയും കേടെടുത്തി. ഈ ഇറ്റാച്ചി മണ്ണ് മാന്തണത് കാണാൻ വേണ്ടി പോയി മക്കളെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിങ്ങാണ്ട് ചീസൊന്നും ഇടാതെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ പണിയാണ്. അവിടെ അതാ നിൽക്കണ ഓന് സ്കൂൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.